കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അത് സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള ഒരു പോരായി മാറുകയാണ്. ഈ പോര് നടക്കുകയാണെങ്കിൽ സണ്ണി ജോസഫ് അടുത്ത തവണ നിയമസഭയിൽ എത്തുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അല്ല, ഇവര് കേരളത്തിലെ പല ജനകീയ പ്രശ്നങ്ങളും നിൽക്കുമ്പോൾ ഇവരാരും ഇവിടെ ഇല്ല. അപ്പൊ ഇവര് അടുത്ത തവണ സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രം പിടിക്കുമെന്നും പറഞ്ഞ് നടക്കുക. അതിൻ്റെ അടുക്കൽ പോലും എത്തുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ സർക്കാരിനെ അടിക്കാനുള്ള ഏറ്റവും വലിയ വടി ഇവരുടെ കൈവശം കിട്ടിയിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് വലിയ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാം. എന്താ വലിയ ആരോഗ്യവകുപ്പിന്റെ കുത്തഴിഞ്ഞ അവസ്ഥ വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെ ഇപ്പോൾ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. ഇതൊറ്റ ഒരു സംഭവം മതി. ഡോക്ടർ ഹാരിസിനെ ഇവരെടുക്കണമെന്ന് ഇപ്പൊ CPM-കാരായിരുന്നുവെങ്കിൽ നമ്മൾക്കിവിടെ കാണാമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേനെ. തീർച്ചയായിട്ടും സ്വതന്ത്രനായിട്ട് നിർത്തുമായിരുന്നു. ഇവരിടയ്ക്ക് കുറച്ച് ഡോക്ടർമാരെയൊക്കെ നോക്കിയാണല്ലോ നടന്നത്. ഇവരെല്ലാം ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം എവിടെ പോയിരിക്കുക? പുനഃസംഘടന എന്നും പറഞ്ഞ് ഡൽഹി കെട്ടിക്കിടക്കുകയാണ്. ഓരോ ലിസ്റ്റുമായിട്ട് പോയിരിക്കുകയാണ്. അവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനൈക്യമാണ് ഇവർക്ക് കുഴപ്പമുണ്ടാകുന്നത്. ഇപ്പോൾ സുധാകരനെ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇറക്കി വിട്ടതെന്ന് നമുക്കറിയാം, കൃത്യമായിട്ടറിയാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സുധാകരന് പിന്തുണയുമായിട്ട് നേരത്തെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി എത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇതൊന്നുകൂടെ ഒന്ന് മുറുക്കും. കാരണം കോൺഗ്രസ്സിലെ SNDPക്ക് വലിയ ഇടമില്ലാതെ മാറുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറയിലെ MLA കെ ബാബു കൂടിയാണ്. കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മലബാറിൽ അങ്ങനെ കയറി ഈ മറ്റ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സുധാകരൻ ഇടപെടുമെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഭയം സുധാകരൻ കളിച്ചു കഴിഞ്ഞാൽ ഈ സണ്ണി ജോസഫിന് തന്നെ നിയമസഭയിൽ എത്താൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം സണ്ണി ജോസഫിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂരാണ്. ഇപ്പൊ ഇവര് കണ്ണൂർക്കാരനായ സണ്ണി ജോസഫ് മുൻപ് KPCC പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ശേഷം ഇദ്ദേഹം കണ്ണൂരിലെത്തുകയാണ്. അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യം സുധാകരൻ കി ജയാണ്. അല്ല, സുധാകരൻ അവിടെ വലിയ പിന്തുണയല്ലേ ഉള്ളത്. കാരണം കണ്ണൂരിലെ CPM-നോട് പൊരുതാൻ പറ്റിയ ഒരാൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അത് സുധാകരൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കണ്ണൂരുകാരനാണ്. അപ്പോൾ ആ കണ്ണൂരുകാരുടെ ഒരു ആർജവം ഇപ്പോൾ നമ്മൾ CPM-കാരിലൊക്കെ കാണുന്നുണ്ട്. അതൊരു പ്രത്യേക ബോഡി ലാംഗ്വേജും ധാർഷ്ട്യവും വാക്കുകളുടെ ആ ഒരു ഗാംഭീര്യവും ഒക്കെ അത്തരത്തിലുള്ള ഒരു ആർജവം സുധാകരനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവർ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് പലരും നെട്ടോട്ടം നടത്തുന്നുണ്ട്. കാരണം കണ്ണൂരിൽ ഇപ്പോൾ LDF-ലെ കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളിയാണ്. കടന്നപ്പള്ളിയെ ഒരു സീറ്റല്ലേ ഉള്ളൂ. കടന്നപ്പള്ളി ഇനി അടുത്ത തവണ 26-ലെ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കും. കാരണം അദ്ദേഹത്തിന് മത്സര രംഗത്തേക്ക് ഇനിയും പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. ഈ സീറ്റ് LDF-ൽ CPM അങ്ങ് ഏറ്റെടുത്തു. കാരണം വേറൊരാളില്ല ഈ കോൺഗ്രസ് എസിൽ നിന്ന് അടുത്ത നിരയിലേക്ക് ആരും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഭൂരിപക്ഷം കുറവായിരുന്നു. പക്ഷെ വൻ ഭൂരിപക്ഷത്തിൽ EK നായനാരെ പോലും തോൽപ്പിച്ച ആളാണ് കടന്നപ്പള്ളി, അതോർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സിലെ പലരും മത്സരിക്കാൻ രംഗത്ത് വരുമെന്നുള്ളതാണ്. എനിക്ക് സുധാകരൻ തന്നെ മത്സരിച്ചാലോ? കാരണം സുധാകരൻ ചിലപ്പോൾ MP സ്ഥാനം വേണ്ടാന്ന് വെക്കാം. പല MP-മാരും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അടൂർ പ്രകാശ് തിരികെ വരാനിരിക്കുകയാണ്. അടൂർ പ്രകാശിന് തുടക്കം മുതലേ താല്പര്യമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു ചിലരുണ്ട്. മുരളീധരനും MP സ്ഥാനവും ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. മുരളീധരനും നിയമസഭയിലേക്ക് മത്സരിക്കും എന്നാണ് അറിയുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടി വരുമ്പോൾ അവസാനഘട്ടം വേണമെങ്കിൽ വേണുഗോപാലും വരും. വേണുഗോപാലും വരും. അല്ല, വേണുഗോപാൽ വരാൻ പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കലഹം മൂർച്ഛിക്കുമ്പോൾ കേന്ദ്രമല്ല തീർച്ചപ്പെടുത്തുന്നത്, ഹൈക്കമാൻഡ് തീർച്ചപ്പെടുത്തും. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കും. പിന്നീട് എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചാൽ മതിയല്ലോ. അപ്പം ഇപ്പോൾ MP സ്ഥാനം നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരത്തില്ല. കാരണം ഇവിടുത്തെ ട്രെൻഡും കൂടി മനസ്സിലാക്കണമല്ലോ.
ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത്. പക്ഷെ മലബാറിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടുത്ത നടപടി എന്ന സുധാകരൻ ഒരു ഭീഷണി തന്നെ മുഴക്കിയിരിക്കുകയാണ്. കാരണം സുധാകരന് അനാരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ ഇറക്കി വിട്ടതിന്റെ ദേഷ്യം ഇപ്പോഴും നിൽക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ ആലോചിക്കണമായിരുന്നു. ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സണ്ണി ജോസഫ് വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ സുധാകരന്റെ BJP 2019 കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ BJP കൂടുതലായിട്ട് ഈ ക്രൈസ്തവ സഭ BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുതൽ എന്താ ഇവർ മാറ്റാഞ്ഞത്? സുധാകരനെ അല്ലേ കൊണ്ടുവന്നത്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു വിജയിച്ച് നിൽക്കുമ്പോഴാണ് മാറ്റുന്നത്. പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മാറ്റിയാലും പറയാം അദ്ദേഹത്തിന് പോരായ്മകൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറയാം. ഇത് ആകെ നഷ്ടപ്പെട്ടത് ഒരു സീറ്റ് മാത്രമാണ്. 2019 താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂർ സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. അതെ. അപ്പൊ ഈ ആരോഗ്യ പ്രശ്നത്തിന്റെ പേരില് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിടുകയാണ് ചെയ്തത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇതിപ്പോ കോൺഗ്രസിനകത്ത് ആര് KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലും ഇവർക്ക് എതിർപ്പുള്ള ഒരു വിഭാഗം ഉണ്ടാകും. സുസമ്മതനായിട്ട് ആരുണ്ട്? അങ്ങനെ ആരും തന്നെ വന്നിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹം വന്നത് തന്നെ എന്താണ് പറഞ്ഞത്? ഈ പാർട്ടിയെ സെമി കേഡറാക്കി മാറ്റും എന്ന് തന്നെ. ഏതാണ്ട് അതിലേക്കൊക്കെ കടക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. പുനഃസംഘടന എല്ലാം ഒരു വഴി കൂടെ പോകുന്നു. ഇവർക്ക് DCC പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് ഇത്ര വലിയ അമാന്തം എന്തിനു വരുത്തുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് മലബാർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നു. മലബാർ ഭാഗത്തൊക്കെ ഒരു കോൺഗ്രസ്സുകാരൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ലീഗിന്റെ സപ്പോർട്ട് പ്രധാനമാണ്. ലീഗിന്റെ നല്ല പിൻബലത്തോടു കൂടി മാത്രമാണ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ DCC പ്രസിഡന്റ് ആകുന്നതിൽ ആർക്കാണ് താല്പര്യം, ആരുടെ കൂടി താല്പര്യം പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റ് ലീഗിനെയും കൂടി കാണിക്കും. ലീഗിന് കൂടി സുസമ്മതനായിട്ടുള്ള ആളായിരിക്കും ആ പ്രദേശത്ത് DCC പ്രസിഡന്റുമാരായിട്ട് വരുന്നത്. അപ്പൊ പുനഃസംഘടനയിൽ മലബാർ ഭാഗത്ത് ലീഗിന് നല്ല രീതിയിൽ റോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞതുപോലെ അതാണ് സണ്ണി ജോസഫ് ഭയക്കുന്നത്. സുധാകരൻ അവിടെ ഒരു കളി കളിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് അടിയായിരിക്കും സംഭവിക്കുക. സണ്ണി ജോസഫിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മറ്റൊരു ഗതികേടല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഭയമുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു ലിസ്റ്റുമായിട്ട് പോയിട്ടുണ്ടെന്ന് സുധാകരൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ തമ്മിലടിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല, കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. അടുത്ത തവണ ഇവർ പ്രതിപക്ഷത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ തല്ലി കലഹിച്ച് പല വഴിക്ക് പോകും. കാരണം പിന്നെ അതോടുകൂടി ഇവരുടെ പലരുടെയും പ്രതീക്ഷ തീരുകയാണ്, അസ്തമിക്കുകയാണ്. നമ്മൾ എടുത്തു നോക്കിക്കുക, രമേശ് ചെന്നിത്തല, VD സതീശന് നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു സമയം കൂടെ കൊടുക്കാം. ഒരു സമയം കൂടെ കൊടുക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടോ UDF ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ഇവരുടെ നിർണായകമായിട്ടുള്ളൊരു അവസരമാണ്. പക്ഷെ ഇപ്പം ഈ ജനകീയ പ്രശ്നങ്ങളെക്കാൾ വലുത് ഇവരുടെ ഈ സംഘടന പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതും പറഞ്ഞാണ് അവർ ഡൽഹിയിൽ പോയി കിടക്കുന്നത്. അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.